മിറർ പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു മിറർ പോലെയാണ്. സോ ഒരു മിററിന് ഒരു ഇമേജും കാണും, ഒരു റിഫ്ലക്ഷനും കാണും അല്ലേ? സോ ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്, അല്ലെങ്കിൽ നമ്മുടെ 3D വേൾഡാണ്. ഇമേജ് എന്ന് പറയുന്നതോ നമ്മുടെ മൈൻഡാണ്. സോ നമ്മളിപ്പോൾ ലൈഫിൽ കാണുന്നത് എന്ത് തന്നെയാണെങ്കിലും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്ത് തന്നെയാണെങ്കിലും ദാറ്റ് ഈസ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് ദ ഇമേജ്, അല്ലെ നമ്മുടെ മൈൻഡിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ബിലീഫ്സുകളാണ് നമ്മളിപ്പോൾ നമ്മുടെ റിയാലിറ്റിയിൽ ഇപ്പോൾ കാണുന്നത്. ഓക്കെ, സോ ഇതിനെ തന്നെയാണ് നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നൊരു റൂളുണ്ട്, അല്ലെ ഒരു ലോ ഉണ്ട്, യൂണിവേഴ്സൽ ലോ ആണ്. ഇറ്റ് ഓൾസോ ടെൽ ദ സെയിം തിങ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ കണ്ണാടി നോക്കുമ്പം നമ്മുടെ മുഖത്തൊരു പാടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ പാട് നമ്മുടെ റിഫ്ലക്ഷൻ, അല്ല നമ്മൾ കാണുന്ന ആ റിഫ്ലക്ഷൻ നമ്മൾ മായ്ച്ച് കളഞ്ഞ ആ പാട് മാറുമോ? ഇല്ല. നമ്മൾ എവിടെ മാറ്റണം? നമ്മുടെ മുഖത്തുനിന്ന് അത് മാറ്റിയാൽ മാത്രമാണ് ആ റിഫ്ലക്ഷനിൽ നമുക്ക് ആ ചേഞ്ച് കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ നമ്മുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഇവിടെയല്ല ആ മാറ്റം വരുത്താൻ നോക്കേണ്ടത്. യു ഹാവ് ടു സീ ബിയോണ്ട് ഇറ്റ് ആൻഡ് സീ ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ ബിലീഫ്സ്, മോസ്റ്റ് ഓഫ് ദ ബിലീഫ്സ് എവിടെയുള്ളത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫിനനുസരിച്ചുള്ള റിയാലിറ്റീസാണ് നിങ്ങളിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ദോസ് ഹു ഡോണ്ട് നോ അബൌട്ട് ദിസ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ ഈ കോസ് ആൻഡ് എഫക്റ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ച് അറിയാത്തവർ, വാട്ട് ദേ ഡു, അവരവരുടെ ഈ 3D വേൾഡ് അല്ലെങ്കിൽ ആ റിഫ്ലക്ഷനാണ് അവർ മാറ്റാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും വർക്ക് ചെയ്യേണ്ട സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ്, അല്ലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫ്സിലാണ് നമ്മൾ ആക്ച്വലി വർക്ക് ഓൺ ചെയ്യേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ടുഡേ.